ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അമ്പുടു കുഞ്ഞാണല്ലേ ഈ കൈ ചൂണ്ടി കാണിക്കുന്നത് എന്താണെന്നല്ലേ. നമ്മളപ്പോൾ ഇന്ന് വന്നേക്കുന്നത് തൊടുപുഴയിലെ സമ്മർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പുടു കുഞ്ഞിന് എൻ്റർടൈൻമെൻറ്റിനുള്ള അടിപൊളി കാഴ്ചകളൊക്കെ ചെന്ന പാടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. അമ്പുടു കുഞ്ഞിൻ്റെ കാഴ്ച ആദ്യം പതിഞ്ഞത് ആ കാണുന്ന ഹൈഡ്രജൻ ബലൂണിലോട്ടാണ് കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാനാണിത് അമ്പുടു കുഞ്ഞിനെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തെ സമാധാനിപ്പിച്ച് അകത്തോട്ട് കയറിയിട്ടോ. അകത്ത് കയറിയപ്പോഴത്തേനും ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞിനെ എന്ത് കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അതേ അമ്പുടുക്കുഞ്ഞിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അകത്തേക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂക്കളൊക്കെ ഞാനാണെങ്കിലും അമ്പുടുക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷേ എങ്ങോട്ട് നോക്കണം, എന്ത് കാണണം എന്നുള്ള ഒരാവേശത്തിലായിരുന്നു നമ്മുടെ അമ്പുടുക്കുഞ്ഞ്. അപ്പോൾ അമ്പുടുക്കുഞ്ഞിന് നമുക്കൊക്കെ വളരെയധികം സന്തോഷം എൻ്റർടൈൻമെൻറ്റും ചെയ്യിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഓടിപ്പാഞ്ഞ് നടന്ന് വേണം ഞങ്ങളിത് കണ്ടതെന്ന് വേണം പറയാൻ. കാരണം അമ്പുടുക്കുഞ്ഞ് മൊത്തത്തിൽ നല്ല ബഹളത്തിലായിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അതിനേക്കാളേറെ ആകാംക്ഷയായിരുന്നു കേട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞിൻ്റെ കണ്ണിൽ കാണാനായിട്ട് സാധിച്ചത്. ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലൊക്കെ അമ്പുടുക്കുഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലോട്ട് പോയപ്പോൾ നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിച്ചത് ഈ മത്സ്യകന്യകേനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇവിടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ നമുക്കിടെ അടുത്ത് തന്നെ വന്ന് ഇവർ നമുക്ക് ഹായും ടാറ്റയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അവരെ കണ്ടപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇവരുടെ കാര്യങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ പാടുകളാലേ ഓരോ മനുഷ്യർ പെടുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും അതിൻ്റെ അകത്തെന്താണ് കാഴ്ചകളെന്നറിയാൻ ഉള്ളിലോട്ട് കയറി ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒത്തിരി സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ ബഹളം വയ്ക്കാൻ വിവിധ തരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞിനെയും കൊണ്ട് ഒരു വിധത്തിൽ ഞങ്ങളവിടെ ഓടിപ്പാഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷേ എല്ലായിടത്തും അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു ഹെയർ ബാൻഡ് കണ്ടു കേട്ടോ. അത് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞ് ഭയങ്കര ഹാപ്പി. സ്റ്റാളുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പോയപ്പോൾ അടുത്തതായിട്ട് കാണാനായിട്ട് സാധിച്ചത് നമുക്ക് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഒരു അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമുക്ക് കാണാൻ. ഇവിടെ ഞങ്ങൾ വന്നത് ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണി ടൈമായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ രാത്രിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ വന്നത്. പക്ഷേ എന്നാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അമ്പുടുക്കുഞ്ഞിനെയും കൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തലയിലോട്ടൊക്കെ നന്നായിട്ട് വെള്ളം ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു പ്ലേറ്റ് കോളിഫ്ലവറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ ഇവിടെ ഒന്നും അല്ലായിരുന്നു കേട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞിൻ്റെ കണ്ണ് പതിഞ്ഞത്. അത് തൊട്ടപ്പുറത്ത് പാർക്കുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു സ്ഥലമായിരുന്നു ഈ കാണുന്ന റൈഡുകളൊക്കെ ഉള്ള ഇടം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എല്ലാ റൈഡിലും കയറണമെന്നും പറഞ്ഞ് അമ്പുടുക്കുഞ്ഞ് ഭയങ്കര വാശിയും കരച്ചിലും ബഹളമൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ ഒരു റൈഡിൽ അങ്ങ് കയറിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് ഈ കാണുന്ന റൈഡിൽ കയറിയിട്ടോ. പക്ഷെ കയറിയതുപോലെ അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. കൊച്ചിനെയും കൊണ്ടാണെങ്കിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കും അകപ്പാടെ പേടിയായിട്ടോ. പിന്നെ ആ ചേട്ടനോട് ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് ഒന്ന് നിർത്താവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ റൈഡ്. അപ്പോൾ 100 രൂപയായിരുന്നു എല്ലാ റൈഡിലും കയറുന്നതിന് ഫീസ്. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞാണെങ്കിൽ പകുതി വെച്ച് നിർത്തി ഇറങ്ങി വന്നു കേട്ടോ. കാരണം എനിക്ക് കൊച്ചിനെയും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത്ര സേഫ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്കൊരു വല്ലാത്ത പേടി തോന്നി. ഞങ്ങളങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇവിടെ എല്ലാ റൈഡിൽ കയറുന്നതിന് 100 വെച്ചാണ് ഫീസ്. എൻട്രൻസ് ഫീസ് 100ആണ്. അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഓരോ ഐറ്റംസിനും എക്സ്ട്രാ ഫീസുകളോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞങ്ങളിങ്ങനെ ഓടിച്ചൊന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അമ്പുടുക്കുഞ്ഞിന് നല്ല സന്തോഷമായി. പിന്നെ ലാസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് ഹാപ്പി ആക്കി കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്കും തന്നു കേട്ടോ അവൾ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് ഇറങ്ങി വരുന്ന സീനാണ് കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഈ ഹൈഡ്രജൻ ബലൂൺ അയച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ നിൽക്കണ കണ്ടപ്പോൾ അവിടെ പോയി അമ്പുടുക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഒരു ഹൈഡ്രജൻ ബലൂണും അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. എല്ലാവരും സമ്മർ ഫെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ.